നമസ്കാരം, നിങ്ങൾക്കെല്ലാവർക്കും ഒരു പുതിയ ഇൻഫോർമേറ്റീവ് വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മുടെയൊക്കെ വീട്ടിലുള്ള പില്ലറിൻ്റെ മുകളിൽ ഡെക്കറേറ്റീവായിട്ട് വെക്കുന്ന ബോൾ ടൈപ്പുള്ള പില്ലർ ബൾബ്സിൻ്റെ ഇൻസ്റ്റാളേഷനാണ് നമ്മൾ കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ വളരെ ഇൻഫോർമേറ്റീവാണ് വീഡിയോ. നമുക്ക് സ്വന്തമായിട്ട് വീട്ടിൽ വളരെ ചീപ്പ് റേറ്റിൽ ഇത് ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അപ്പം തീർച്ചയായിട്ടും ഇതിൻ്റെ മെയിൻ മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ ഈ ബോളാണ്. അപ്പോൾ ഇത് കൃത്യമായിട്ടൊരു ഒരു വട്ടത്തിലുള്ള ആകൃതിയിലാണ് ഇത് നമുക്ക് കിട്ടുന്നത്. കറക്റ്റായിട്ടൊരു ഫുട്ബോൾ പോലെയാണ് ഇതിൻ്റെ ഷേപ്പ് ഇരിക്കുന്നത്. അപ്പം ഇതൊരു പ്ലാസ്റ്റിക് ടൈപ്പ് മെറ്റീരിയലാണ്, ക്ലിയർ ആയിട്ട് പ്ലാസ്റ്റിക് ആണിത്. അപ്പോൾ ഇത് പ്യൂർ വൈറ്റ് ആണ് ഇതിൻ്റെ കളറ്. അപ്പോൾ നമ്മളിവിടെ ഒരു 4-5 ബോൾ ഇവിടെ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നത് ഏകദേശം 80 രൂപ അല്ലെങ്കിൽ 90 രൂപ, അണ്ടർ 100-ന് താഴെ തന്നെ നമുക്ക് ഇങ്ങനെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഈ ഒരു ബോൾ ലഭിക്കുന്നതായിരിക്കും. അപ്പം ഇൻ കേസ് ഫ്യൂച്ചറിൽ ഇത് വെയിലും മഴയൊക്കെ അടിച്ചു കഴിയുമ്പോഴത്തേന് ഇത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും ഇത് മാറി വെക്കാൻ സാധിക്കുന്നതായിരിക്കും. അപ്പം ഇതിൻ്റെ കൂട്ടത്തിൽ നമുക്കൊരു ഹോൾഡർ വേണം നമുക്ക് ബൾബ് ഇടുന്നതിന് വേണ്ടി. അപ്പം ഈ ഒരു ഹോൾഡറാണ് ഇതിൻ്റെ കൂട്ടത്തിൽ യൂസ് ചെയ്യുന്നത്. അപ്പം ഇത് ഏകദേശം 50 രൂപ 60 രൂപ റേഞ്ചിൽ നമുക്ക് ഈ ഹോൾഡറും ലഭിക്കുന്നതായിരിക്കും. അപ്പം ഇതിൻ്റെ മുകളിൽ നമുക്ക് LED അല്ലെങ്കിൽ CFL ഏത് ബൾബ് വേണമെങ്കിലും ഇതിൻ്റെ അകത്ത് ഫിറ്റ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. കാരണം ഈ ബോളിനാണേലും ഇതിന് മുകളിൽ വരുന്ന ബോളിനാണേലും നമുക്ക് നല്ല വലിപ്പമുള്ളതുകൊണ്ട് ഇങ്ങനെ വെച്ച് ഫിറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേനും നല്ല വലിപ്പം ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഏത് തരം ബൾബ് വേണേലും ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. ഏത് ബൾബാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അതനുസരിച്ച് അതിൻ്റെ കളറിന് വേരിയേഷൻ വരുന്നതായിരിക്കും. അപ്പോൾ നമ്മളിവിടെ 5 വാട്ടിൻ്റെ LED ബൾബാണ് നമ്മൾ ഇതിൻ്റെ അകത്ത് ഇൻസ്റ്റാൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇത് ഏകദേശം 100 രൂപ സംതിങ് ആണ് ഇതിൻ്റെ വരുന്നത്. അപ്പോൾ ടോട്ടൽ ഒരു ഫില്ലറിലുണ്ടാകുന്ന നമ്മുടെ ഇൻസ്റ്റാളേഷൻ കോസ്റ്റ് എന്ന് പറയുന്നത് ഒരു 80 രൂപ, ഹോൾഡറിന് ടോട്ടൽ ഒരു 150 പ്ലസ് 100 ബൾബിൻ്റെ 100 കൂടെ കൂട്ടി 250 രൂപയ്ക്ക് നമുക്ക് ഒരു ഫില്ലറിൻ്റെ ഫുൾ സെറ്റിങ്സ് നമുക്ക് ചെയ്തെടുക്കാൻ സാധിക്കുന്നതായിരിക്കും. അപ്പം ഇവിടെ 4-5 ബൾബാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പം നമുക്കതൊന്ന് കണ്ടു നോക്കാം. അപ്പം നമുക്ക് ഇത് ഫില്ലറിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് വേണമെങ്കിൽ ഈ ഒരു വയറ് നമുക്ക് ഊരിക്കളയാം. ഇവർ തന്നിരിക്കുന്ന വയറ് വേണമെങ്കിൽ ഡയറക്റ്റ് ഇതിൻ്റെ സോക്കറ്റുമായിട്ട് നമുക്ക് നമ്മുടെ ഫില്ലറിൽ കിടക്കുന്ന നമ്മുടെ വയറിങ്ങിൻ്റെ ആ വയറ് കണക്ട് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. കാരണം ഈ ഒരു വയറ് കുറച്ച് ലോ ക്വാളിറ്റി വയറാണ് ഇതിൻ്റെ കൂട്ടത്തിൽ വരുന്നത്. അപ്പോൾ ഇത് റിമൂവ് ചെയ്തതിന് ശേഷം നമുക്ക് ഡയറക്റ്റ് ഇതുമായിട്ട് കണക്ട് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അപ്പം ഇത് ശരിക്കും തന്നിരിക്കുന്നത് നമുക്ക് നമ്മുടെ ഫില്ലറിലുണ്ടായിരിക്കുന്ന ഒരു പോള്, ആ പോളിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ കയറ്റി വെച്ചിട്ട് ഈ നെറ്റാണ് നമ്മൾ ടൈറ്റ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇത് സ്ട്രോങ് ആയിട്ട് ഇങ്ങനെ നിന്നോളും. അപ്പം നമ്മൾ ഇങ്ങനെ ഒരു പില്ലറിൻ്റെ മുകളിലാണ് ഇത് ഇൻസ്റ്റാൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഓൾറെഡി നമ്മൾ ഇതിൻ്റെ അതോടെ ഒരു 2 വയർ വലിച്ചിട്ടുണ്ട്. അപ്പം അത് ഈ ഒരു ബൾബിൻ്റെ ഹോൾഡർ ജസ്റ്റ് ഒന്ന് ഊരി കഴിഞ്ഞിട്ട് അതിൻ്റെ പൊത്തിലൂടെ അതിൻ്റെ ആ ഹോളിൽ കൂടെ തന്നെ എടുക്കുക. അതിനുശേഷം നമുക്ക് ആ ചെറിയ വയർ മാറ്റുന്ന കാര്യം ഞാൻ പറഞ്ഞില്ലായിരുന്നു, അത് മാറ്റിയിട്ട് ഇതുമായിട്ട് ഡയറക്റ്റായിട്ട് കണക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് നല്ല ക്വാളിറ്റി ഉള്ള വയർ തന്നെ ഡയറക്റ്റ് കണക്ട് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ആ ഹോൾഡറിൻ്റെ അറ്റത്തേട്ട് 2 വയറും കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് വീണ്ടും ഈ കാര്യങ്ങളൊക്കെ ഒന്ന് എടുത്ത് കണക്ട് ചെയ്യാം. ഈ ഊരി വെച്ചിരിക്കുന്ന പീസൊക്കെ ഒന്ന് കണക്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ കണക്ട് ചെയ്തു, 2 വയറും ഇതിൻ്റെ കീഴിലേക്ക് കണക്ട് ചെയ്തു. അതിനുശേഷം ഇനി നമുക്ക് ഈ ഹോൾഡറിൻ്റെ മുകളിലേക്ക് നമുക്ക് ബൾബ് അങ്ങ് ഇട്ട് കൊടുക്കാം. നമ്മുടെ ബൾബ് 5 വാട്ട് LED ബൾബ് അങ്ങ് ഇട്ട് കൊടുക്കാം. നെക്കി അങ്ങ് ഇട്ട് കൊടുക്കുക. ഇത്രയും ചെയ്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് നമുക്കിനി നമ്മുടെ ബോളങ്ങ് ഇറക്കി വെക്കാം. വളരെ സിമ്പിളാണ് ഇൻസ്റ്റാളേഷൻ, ആർക്ക് വേണമെങ്കിലും ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇത്രയും ചെയ്തതിന് ശേഷം ഈ സൈഡിലത്തെ ഈ സ്ക്രൂ അങ്ങ് ടൈറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഈ ബോൾ അങ്ങ് ടൈറ്റ് ആയിക്കോളും. 3 സ്ക്രൂ ഉണ്ട് നമുക്ക് ചുറ്റും, ഈ ബൾബിന് ചുറ്റും. അപ്പോൾ നമുക്ക് ഈ ഓരോ സ്ക്രൂ ആയിട്ട് ഇങ്ങനെ ടൈറ്റ് ചെയ്ത് കൊടുക്കാം. സ്ക്രൂ ഡ്രൈവർ ഉപയോഗിക്കാം. അപ്പോൾ നമ്മൾ ബൾബ് ഹോൾഡറുമായിട്ട് ടൈറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് നമ്മൾ കുലുക്കിയാൽ ഇത് ചാടി പോകത്തില്ല. അപ്പോൾ ഇനി ഒന്നെങ്കിൽ നമുക്ക് ഈ ഒരു ഹോളിലേക്ക് നമ്മൾ ഒരു പൈപ്പുണ്ട് ഉണ്ടെങ്കിൽ ആ പൈപ്പിലേക്ക് ഇങ്ങനെ ഇറക്കി വെച്ച് ഈ സ്ക്രൂ ടൈറ്റ് ചെയ്യാം. അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെയുള്ള ഹോളാണ് പൈപ്പ് ഇട്ടിട്ടില്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ അകത്തായിട്ടാണെങ്കിലും ഇറക്കി വെക്കാം. അപ്പോൾ ഈ ഒരു ഡിസൈൻ കിട്ടും. നമുക്ക് ഏത് രീതിയിലാണെങ്കിലും ഇത് ഇൻസ്റ്റാൾ ചെയ്യാം. അപ്പോൾ നമുക്ക് അനുയോജ്യമായ രീതിയിൽ അത് ജസ്റ്റ് നിങ്ങൾ ഈ പില്ലർ പിടിപ്പിച്ച് കഴിഞ്ഞപ്പോഴത്തേനും അതിൻ്റെ അകത്ത് പോളുണ്ടെങ്കിൽ ആ പോളിലേക്ക് ഇറക്കി വെച്ചതിന് ശേഷം സ്ക്രൂ ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത് ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഹോള് മാത്രം ഉള്ളെങ്കിൽ ഇങ്ങനെ ഹോളിലേക്ക് മാത്രം ഇറക്കി വെക്കാൻ സാധിക്കുന്നതായിരിക്കും. അപ്പം നിങ്ങൾ അനുയോജ്യമായ രീതിയിൽ വളരെ സിമ്പിളായിട്ട് ഇത് ഇൻസ്റ്റാൾ ചെയ്തെടുക്കാൻ സാധിക്കുന്നതായിരിക്കും. അപ്പം നമുക്ക് ഇങ്ങനെ ബാക്കിയുള്ളതും കൂടെ ഇൻസ്റ്റാൾ ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് തെളിച്ച് നോക്കാം.
നമ്മൾ ബൾബൊക്കെ പിടിപ്പിച്ച് ജസ്റ്റ് ഓണാക്കി നോക്കുവാണ്. അപ്പോൾ ഓണാക്കി കഴിയുമ്പോഴത്തേന് നല്ലൊരു മഴയൊക്കെ പെയ്യുന്നുണ്ട്. ഇപ്പം ബൾബ് തെളിഞ്ഞിട്ടുണ്ട് എല്ലാ ഫില്ലറയിലും. അതിമനോഹരമായിട്ട് തന്നെ നമുക്ക് കാണാൻ സാധിക്കും. വാം കളറിലാണ്, വാം LED ആണ് നമ്മൾ ഇതിൻ്റെ അകത്ത് ഇട്ട് കൊടുത്തിരിക്കുന്നത്. നല്ല ഭംഗിയായിട്ട് തന്നെ തെളിഞ്ഞിട്ടുണ്ട്. അപ്പം ഈ രീതിയിൽ നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് ഇങ്ങനെയുള്ള ഫില്ലർ ബൾബ്സൊക്കെ ഇതല്ലെങ്കിലും വേറെ മോഡൽസ് ആണെങ്കിലും നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് ഉടൻ കാണുന്നവരെ ഗുഡ് ബൈ ആൻഡ് ജയ് ഹിന്ദ്.